ഹലോ നമസ്കാരം, ഞാൻ ക്യാപ്റ്റൻ ശരത് ലാൽ. നമുക്കൊരു 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേൽ US ഇഷ്യൂലെ ഇടയിലേക്ക് ഹൗദികൾ കൂടി വന്നിട്ടുണ്ടെന്ന്. അപ്പൊ എന്താണ് ഈ ഹൗദികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, മിഡിൽ ഈസ്റ്റിലെ യമനിലുള്ള ഒരു ആയുധ സംഘമാണ് ഈ ഹൗദികൾ. ഹൗദികൾക്ക് ഇറാന്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സപ്പോർട്ടാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിന് ഹൗദികളുടെ മേൽ ഒരുപാട് സ്വാധീനം ചെലുത്താനുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഓൾറെഡി ഇറാനും ഇസ്രായേലും ഒക്കെ ഇഷ്യൂ നടക്കാനിടയ്ക്ക് ഹൗദികൾ കുറച്ച് മിസൈൽ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഇറാനും ഇസ്രായേലും USഉം കാണിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വെറും ഒരു രാജ്യങ്ങൾക്കിടയിലുള്ള, മറ്റു മുമ്പുണ്ടായിരുന്ന പോലുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു യുദ്ധമായി തന്നെ കാണാൻ പറ്റില്ല. കാരണം ഇതിന് മൊത്തം വേൾഡ് എക്കോണമിയെ തകർക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓൾറെഡി 20% ഓഫ് ദ സീ ട്രാൻസ്പോർട്ട് നടത്തുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമുസിനെ ഇറാൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ ബാക്കിയുള്ള ഒരു 12%, ഓൾമോസ്റ്റ് 20% ട്രാൻസ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയായിരുന്നു നമ്മുടെ സൂയസ് കനാൽ. യൂറോപ്യൻ കൺട്രീസിൽ നിന്നും US പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും മറ്റ് ഏഷ്യൻ കൺട്രീസിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് ആയിരുന്നു ഈ സൂയസ് കനാൽ. അപ്പൊ സൂയസ് കനാൽ കഴിഞ്ഞ് നമ്മൾ റെഡ് സീ കഴിഞ്ഞ് വരുമ്പോൾ താഴോട്ട് വന്ന് നമ്മൾ അറേബ്യൻ സീയിലേക്ക് വരുന്നതിന് മുൻപ് യമൻ എന്ന് പറയുന്ന ഒരു കൺട്രി, നമ്മൾ നോർത്ത് ഓഫ് സൊമാലിയയിൽ നമ്മുടെ യമൻ എന്ന് പറയുന്ന ഒരു കൺട്രിയിലാണ് ഹൗദീസ് മെയിൻ ആയിട്ട് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ ബാബൽ എ മന്ദിർ എന്ന് പറയുന്ന ഒരു കവാടം, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് പോലെ തന്നെയുള്ള ഒരു കവാടത്തിൽ ബാബൽ എ മന്ദിർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ, ഇവിടെയുള്ള വരുന്ന കപ്പലുകളെ ആക്രമിക്കാനൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന കപ്പലുകൾക്ക് നിയന്ത്രണം വരുവാണ്. അത് കാരണം നമുക്ക് അതിൽ പോകേണ്ട കപ്പലുകൾ, അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലൂടെ പോകുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് തുക മുതൽ സകല കാര്യങ്ങൾക്കും, ഇന്ധന ചെലവുകൾ, ഇൻഷുറൻസ് ചെലവുകൾ, മറ്റ് ചെലവുകളൊക്കെ കൂടുന്നു. അത് കൂടാതെ ഇപ്പം സൂയസ് കനാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുവാണെങ്കിൽ സൗത്ത് ഓഫ് കേപ്പ് ടൗൺ, ആഫ്രിക്കൻ കൺട്രീസിന്റെ താഴത്തുകൂടെ വന്ന് ഇന്ത്യൻ ഓഷ്യനിൽ കയറിയതിനു ശേഷം വേണ്ടി ഒരു ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങൾക്ക് കപ്പലുകൾക്ക് വരിക. ഓൾമോസ്റ്റ് 10 to 15 ഡേയ്സിന്റെ ഡിലേ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഡിലേ വരിക എന്ന് പറയുമ്പോൾ ഏതൊരു സാധനങ്ങളും അതിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് ഈ ചെലവ് കൂടുമ്പോൾ അതിന്റെ എക്സ്പെൻസസ് കൂടുന്നു. അത് ആരാണോ ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അതിന് ചെലവ് കൂടുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്കണോമിയിൽ മാർക്കറ്റിൽ ഈ സാധനങ്ങൾക്കൊക്കെ പൈസ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇറാൻ ഇസ്രായേലായിട്ട് നടക്കുന്ന ഈ ഒരു വാർ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വാർ ആയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കൺട്രീസിന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ട്രേഡ് ഡിസ്റപ്ഷൻ ആണ്. അതായത് കോവിഡിന് ശേഷം വന്നിട്ടുള്ള വൺ ഓഫ് ദ ബിഗസ്റ്റ് ട്രേഡ് ഡിസ്റപ്ഷൻ ആയിട്ടാണ് ആഗോളതലത്തിൽ ഇതിനെ കാണപ്പെടുന്നത്. ഓൾമോസ്റ്റ് 95% ഓഫ് ദ ഓയിൽ ട്രാൻസ്പോർട്ട്, ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ട്, ഗ്യാസ് ട്രാൻസ്പോർട്ട്, ഇതുപോലെ എല്ലാ സംഭവങ്ങളും ഇപ്പം സ്റ്റോപ്പായി നിൽക്കുകയാണ്. ഇനിയിപ്പം സൂയസ് കനാലിലും കൂടി ഇങ്ങനെ ഒരു കൺട്രോൾ വന്നു കഴിഞ്ഞാൽ നാളെ ലോകം തന്നെ നിശ്ചലമാവുന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു കാര്യം നോക്കാം. ഇതുപോലെ തന്നെ എത്ര കടലുകളുണ്ട്. അതായത് നമ്മളിപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ വിഷയം പറഞ്ഞത് ഇറാൻ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ്. അതുപോലെ ബാബൽ മന്ദിർ എന്ന് പറയുന്ന കടലിടുക്കിൽ യമന്റെ ഒരു കൺട്രോൾ വന്നപ്പോൾ, അല്ലെ ഹൗദീസിന്റെ കൺട്രോൾ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞത്. ഇതുപോലെ മറ്റേതെങ്കിലും കടലിടുക്കുകൾ ഉണ്ടെന്നും അത് കൂടാതെ ഇന്ത്യക്ക് ഇതുപോലെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഏതെങ്കിലും കടലിടുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്